പറഞ്ഞ പോലെ തിമോത്തിയോസിനോട് കൊടുത്തിരിക്കുന്ന ഉപദേശം 4:12 കാരണം ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കാതെ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കും. ഇവിടെ നിന്ന് 1, 2, 3, 4 തലമുറകളുണ്ട്. എപ്പോഴും നമ്മൾ ഓർത്തോണം, നമ്മളെ നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആകാൻ കഴിയുമോ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഞാനും ഞാനും ചെറുപ്പക്കാരനാണ്. നമ്മൾ ചേർന്ന് നോക്കണം, എന്നെ ഒരാൾക്ക് എക്സാമ്പിൾ ആക്കാൻ കഴിയുമോ? ഫെബിനയോടൊന്ന് ചോദിക്കണം. എൻ്റെ ഒരു കൂട്ടുകാരിക്ക് അല്ലെങ്കിൽ നെവിലിൻ്റെ ഒരു കൂട്ടുകാരന് എക്സാമ്പിൾ ആക്കാൻ കഴിയുമോ? ആ ചോദ്യം നമ്മളോട് എപ്പോഴും ഹോണ്ട് ചെയ്തിരിക്കണം. കർത്താവിൽ മറ്റുള്ളവർക്ക് എക്സാമ്പിൾ ആക്കാൻ കഴിയുന്ന ഒരു മാതൃക എൻ്റെ ജീവിതത്തിലുണ്ടോയെന്ന്. ഇനിയും ഞാനൊരു പഴയ നിയമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദാനിയേൽ എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 8 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കണം. നമ്മുടെ ഒരു 3 തലമുറകളാണ് അവരനുഭവിച്ചൊരു പ്രഷറുണ്ട്. അവരെ എക്സാമ്പിൾ ആക്കാൻ ദൈവം ഉപയോഗിച്ചൊരു പ്രഷറുണ്ട്. ആർക്കെങ്കിലും മലയാളത്തിലൊന്ന് വായിക്കാമോ? അത് ഒന്ന് ശ്രദ്ധിക്കണേ. അവരനുഭവിക്കുന്ന ബൈബിൾ നമുക്ക് വായിക്കാം. ഒന്ന് ആ സംഭവിക്കുന്ന സംഭവത്തിൽ നമുക്ക് നോക്കാം, അവിടെ ഇറങ്ങി നിൽക്കണം. അവിടെ അപ്പോഴാണ് വചനം നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. നമ്മളിങ്ങനെ ദാവീദ് പോയ കഷ്ടതയിലൂടെ നമുക്ക് വായിച്ചു പോകാം, സോളമൻ പോയ കഷ്ടതയിലൂടെ നമുക്ക് വായിച്ചു നോക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ പോയ ആ രീതിയിലൂടെ നമുക്ക് പോവാം. പക്ഷെ അങ്ങനെയല്ല, അവരനുഭവിക്കുന്ന സിറ്റുവേഷൻ നമുക്കൊന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുന്നത് ഇതെങ്ങനെയാണ് ഇവർ കടന്നുപോയ വഴികൾ എന്നുള്ളത്. അപ്പോൾ ദാനിയേൽ എഴുതിയ 3-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം തൊട്ട് ആർക്കെങ്കിലും മലയാളത്തിലൊന്ന് ഉറക്കെ വായിക്കും. എനിക്കൊന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും മലയാളം വായിക്കാൻ അറിയത്തില്ലെങ്കിലും മലയാളം കേട്ടാൽ എല്ലാവർക്കും അറിയാൻ കഴിയും. ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്, അവിടുത്തെ രാജാവ് കൊടുത്തോണം, ഒരു രാജ്യത്തെ രാജകൽപ്പനയാണ്. നമ്മുടെ ഇവിടെ കിങ്ഡം അല്ല, ഡെമോക്രസിയാണ്. അവിടെ നമുക്കൊരു രാജ്യത്തിൻ്റെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ എതിർത്ത് ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിയിൽ പോകാൻ കഴിയും. എന്നാൽ ഇപ്പം UAE-യിൽ ഒരു രാജാവ് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എതിർ ചോദ്യമില്ല. അവിടെ അങ്ങനെ ഒരു മറുപടിയോ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യനിങ് ഒന്നുമില്ല. എന്താണോ രാജാവ് പറഞ്ഞത് അത് ചെയ്തിരിക്കണം. അപ്പം ഓർത്തു വെക്കണം, പണ്ടത്തെ കാലഘട്ടത്തിൽ അതുപോലും കഴിയത്തില്ല, ചോദ്യമൊന്നും ഇല്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തല വെട്ടുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ നശിപ്പിച്ചു കളയുന്ന ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജാവ് തൻ്റെ സ്വന്തം ബിംബത്തെ നിർത്തിയിട്ട് എല്ലാവരും അതിനെ നമസ്കരിക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നോക്കിക്കോണം, 3 യഹൂദർ, ചില യഹൂദർ ബാലന്മാർ എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ യഹൂദന്മാർ, അവരെ ഈ നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. അവരുടെ വിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നു. അത് നിമിത്തം അവരെ കുറ്റം ചുമത്തുന്ന ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. ബാക്കിയൊന്ന് വായിക്കാവോ? അവിടെ ഒന്ന് ശ്രദ്ധിച്ചോ, ആ വാക്യം ഒന്നുകൂടെ എടുത്ത് നോക്കണേ. ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കണേ. ഒരു രാജാവിൻ്റെ സ്വർണ്ണ ബിംബത്തെ നിർത്തിയിരിക്കുക. സ്വർണ്ണം നമുക്കറിയാം പ്രഷ്യസ് ആയിട്ടൊരു വേണം, എല്ലാവരും പ്രലോഭിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ണിനെ മഞ്ഞളിപ്പിക്കുന്ന ഒരു സമ്പത്തിൻ്റെ ഒരു പ്രതീകമാണ്. ആ ഒരു പ്രതീകം, ഞാൻ ആ സിറ്റുവേഷനാണ് ഞാൻ ഒന്ന് എക്സാജറേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് വർണ്ണിച്ച് തരികയാണ്, ഒന്ന് മനസ്സിലാകാൻ വേണ്ടി. ആ 3 വ്യക്തികളാണ് നിൽക്കുന്ന ആ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം രാജാവിൻ്റെ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം വീണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ ആ ബിംബത്തിന് മുന്നിൽ വണക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ, അത് പ്രഷർ ചെയ്യുകയാണെങ്കിൽ, ടെംപ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ, എങ്ങനെയാണോ ആ ബിംബത്തെ നമസ്കരിക്കുന്ന രീതിയിലാണ് അവിടെ സെറ്റിങ്സ് വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഒരു മനുഷ്യൻ സ്വയം കീഴ്പ്പെടുന്നില്ലെങ്കിലും അവനെ ടെംപ്റ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ അവനെ പ്രഷർ ചെയ്തോ ആ ബിംബത്തിൻ്റെ മുന്നിൽ നമസ്കരിപ്പിക്കുന്ന നിലവാരത്തിലേക്കാണ് അവിടെ സെറ്റിങ്സ് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ മുന്നിൽ പറഞ്ഞില്ലേ, ചില ആൾക്കാരെ കണ്ടുമ്പോൾ അവരുടെ ഓറ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഇടയിൽ പറയുന്ന ഓറ എന്ന് പറയും. എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര, മോഹൻലാലിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ചൈതന്യം തോന്നുമല്ലേ എന്ന് പറയുന്നത് പോലെ ഈ ബിംബത്തെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും വണങ്ങുന്ന നിലവാരത്തിലാണ് ഈ ബിംബത്തെ എന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടുത്തെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ, ആ ഒരു ശക്തി, ആ ഒരു ബിംബത്തിൻ്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ് ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത വാക്യം കണ്ടോ, ഇത്രയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് പറയുക, ഇനിയും ഇതിൻ്റെ മേളിൽ ആരെങ്കിലും നമസ്കരിക്കാതിരുന്ന അവരെന്ത് ചെയ്യും? എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞു കളയും. ഓക്കെ, ബാക്കി
ചെയ്യുന്നില്ല. കണ്ടോ, 3 തലമുറകൾ. അവരാരാ? അനാഥര. അവരെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. യുദ്ധത്തിൻ്റെ നടുവിൽ നിന്ന് യുദ്ധം ജയിച്ചിട്ട് അവരുടെ രാജ്യത്തു നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഇവരെ ആരാക്കി മാറ്റിരിക്കുക? അടിമകളാക്കി മാറ്റിരിക്കുക. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയത്തില്ല, സ്വന്തമായിട്ടൊരു ചോയ്സ് ഇല്ല, ഒന്നുമില്ല. എന്താണോ പറയുന്നത് അത് മാത്രം കേട്ട് അനുസരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുക? ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നവരാ. നമ്മൾ ഈ കുതിരകളെ ട്രെയിൻ ചെയ്ത് കണ്ടിട്ടില്ലേ? ഓട്ട മത്സരത്തിന് വേണ്ടി. അല്ലെങ്കിൽ ഈ തമിഴ്നാട്ടിൽ കോഴിപ്പന്തയമുണ്ട്. കോഴികളെ കൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തി ആരാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ മരിക്കുന്നത്, ആരാണോ തോൽക്കുന്ന രീതിയിൽ എന്താണോ രാജാവിന് ആവശ്യം അതിനനുസരിച്ച് ഈ തലമുറകൾ എന്ത് ചെയ്യുക? ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അവരുടെ മേലിരിക്കുന്ന പ്രഷർ കണ്ടോ? നിങ്ങൾ ഓർത്തോണം, 3 തലമുറകൾ നിൽക്കുക. സ്വന്തമായിട്ട് ചോയ്സ് ഇല്ലാത്ത, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലാത്ത, എല്ലാം കൊണ്ട് ഓപ്പോസിറ്റാ. ഇനിയോ രാജാവ് നിർത്തിയിരിക്കുന്ന ബിംബത്തെയും കണ്ടോ? ഒരു മനുഷ്യൻ്റെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സാഹചര്യം ഓപ്പോസിറ്റാ. ദർ ഇസ് നത്തിങ് പോസിബിൾ. സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവർ നമസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിലേക്ക് പിന്നെ വരാം. ഇനിയും ബാക്കിയും കൂടെ അവർ പറയുന്ന ചില വാക്കുകളുണ്ട്. അത് തലമുറകൾ കേൾക്കാൻ വേണ്ടി, ഞാൻ ഉൾപ്പെടെയുള്ളവർ കേൾക്കാൻ വേണ്ടി. അത് നിങ്ങളുടെ ജീവിതത്തിൽ നാളെ നിങ്ങൾ പ്രതിസന്ധീകരിക്കാൻ പോകുന്ന സാഹചര്യത്തെയാണ് അവിടെ ആരും കാണത്തില്ല. യു മേ ബി എലോൺ. അവിടെ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ നിലവിളിച്ചാൽ കരഞ്ഞിട്ടുണ്ട്. കർത്താവ് ഒരു മറുപടി, നത്തിങ്, കംപ്ലീറ്റ് സൈലൻസ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ കുഴഞ്ഞ ഒരു സമയമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുക ഈ പ്രഷർ. അവിടെ ഞാൻ കുഴഞ്ഞു പോയെങ്കിലും നിങ്ങൾ കുഴഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇനി ബാക്കി കണ്ടോ? ഓക്കെ, കണ്ടോ? അവിടെ നിങ്ങൾക്ക് ആ സെറ്റിങ്സ് മനസ്സിലായെന്ന് വെച്ചു. 3 പേർക്കെതിരെയുള്ള സെറ്റിങ്സ് കണ്ടോ? എല്ലാ രീതിയിലും അവർക്ക് ലോക്ക്ഡാണ്. അവർ തകർത്ത് കളയുമെന്നുള്ള ദേശാധിപതി ശക്തി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ശക്തി എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ ജീവിതത്തിലും, നിങ്ങൾ മേ ബി നെവിലിൻ്റെ ജീവിതത്തിലും, നാളെ ബ്രദറിൻ്റെ ജീവിതത്തിലും, നാളെ ഫെബിനയുടെ ജീവിതത്തിലും ഒക്കെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലൊക്കെ, ഇനി മാതാപിതാക്കളുടെ ജീവിതത്തിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ നിങ്ങൾ ചിലപ്പം ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ബാക്കി ഓക്കെ. അവിടെ ഇപ്പം സെറ്റിങ്സ് മനസ്സിലായി. വീണ്ടും എന്ത് ചെയ്യുക? ആ വേഴ്സസ് ഒന്നും കൂടെ കാണിക്കാവോ? ഓക്കെ, ഇപ്പോൾ വീണ്ടും രാജാവ് വീണ്ടും ഒന്നും കൂടെ ഇവരെ കൊണ്ടുവരും സെയിം എക്സാക്ട് പ്രഷർ മൊമെൻറ്റിലേക്ക്. ഇപ്പോൾ നേരത്തെ അവർ ഒരു സ്ഥലത്തായിരുന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റിലേക്ക് വന്നില്ല. എന്നാൽ ശത്രു അവരെ എന്ത് ചെയ്തു? ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക്. ഇപ്പം ഒരു രാജ്യം മുഴുവൻ ഇവർക്കെതിരാണ്. മനസ്സിലാക്കി? ഈ 3 വ്യക്തികൾക്കെതിരെ ഒരു രാജ്യവും എതിര് നിൽക്കുക. അവരനുഭവിക്കുന്ന ആ മെൻ്റൽ ട്രോമ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യക്തി കടന്നു പോകുന്ന മാനസികമായ സംഘർഷം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. യേശു ക്രൂശിന്മേൽ കടന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണ് ആ ക്രൂശിൽ നാം എത്തുമ്പോഴാണ് നമുക്ക് ആ മനസ്സിലാക്കുന്നത്. ആ സംഘർഷം യേശു പറയുന്നു, നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യേശു അനുഭവിച്ച വേദന എന്താണെന്ന് നാം മനസ്സിലാക്കണം. ക്രൂശിൽ നാം കയറണം. ഞാൻ ആ ക്രൂശിൽ അവിടെ ആയിരിക്കണം. അപ്പം മനസ്സിലാവും അല്ലെങ്കിൽ യേശു അനുഭവിച്ച വേദന എന്താണ് എന്ന് പറയുന്നത് പോലെ ഈ 3 വ്യക്തികൾ അനുഭവിക്കുന്ന ആ പ്രഷർ അനുഭവിക്കുന്ന മനസ്സിലെങ്കിൽ ആ സെറ്റിങ്സിൻ്റെ അകത്ത് നാം വരണം, ആ വചനത്തിൽ നാം വരണം. ഇപ്പം മനസ്സിലാവും? അത് ഇരട്ടിയെ. ഇത്ര നേരം ഭയങ്കര പ്രഷറിലായിരുന്നു, ഇപ്പോൾ അവർ സെൻട്രൽ പോയിന്റിലേക്ക് അവർ വന്നു, അവരിലേക്ക് ആ പ്രഷർ വന്നു, ഭയങ്കര പ്രഷർ. ഇപ്പം രാജ്യവും നേരെ നിൽക്കുന്നത്, ആ ഫൈറ്റിലേക്ക് നിൽക്കുന്നത്, പക്ക പ്രഷറിലേക്ക് നിൽക്കുന്നത്. അപ്പം അവർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ജെസ്സി എന്നെ അടുത്ത് വാക്ക്. ഓക്കെ, ചേച്ചി വായിക്കും. അവിടെ നോക്കിയേ, ഈ കാര്യത്തിൽ ഒരു ഉത്തരത്തിന് ആവശ്യമില്ല. ദേ ആർ ഡിസൈഡഡ് സംതിങ്. കാരണം രാജാവിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ നോക്കണം, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളോട് നിങ്ങൾ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നുള്ളതാണ്.
നിങ്ങളൊരു ഡിസിഷൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവരുടെ ആ റെസ്പോൺസ് നമുക്ക് നോക്കാം. അമീൻ, അമീൻ. ഒരു മിനിറ്റ് കേട്ടിട്ട് ഒന്നും തോന്നില്ലേ? ഫീലിംഗ് ഒന്നും തോന്നില്ലേ? അവർ പറയുന്ന മറുപടി ഒന്നും ഇല്ലേ? അവർ നിൽക്കുന്ന എക്സാക്ട് പ്രഷർ മൊമെന്റ് കണ്ടോ? ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുവളിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും ഒന്നും തോന്നുന്നില്ല. ജസ്റ്റ് ന്യൂട്രൽ ഇരിക്കുകയാണോ? നിങ്ങൾ ഓർത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് പോവാ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ആ വിശ്വാസം നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരണം. നിങ്ങൾക്ക് പറ്റും, നിങ്ങളുടെ അകത്ത് പറ്റും. നിങ്ങളുടെ അകത്ത് അത് വരണം, വെളിപ്പെട്ട് വരണം, പുറത്തേക്ക് ഒഴുകണം. എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ പറയണം, പ്രതിസന്ധികളോടെ നോക്കി പറയണം, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ബാക്കി ആമേൻ. ഓക്കെ, മതി. ഇനി നമുക്ക് ദൈവം അവരെ വിടുവിക്കുന്നു, നാലാമനായ ദൂതൻ ഇറങ്ങി വരുന്നതും ഓർത്തേക്ക്. ഇതെന്തിനാ പറഞ്ഞത് മനസ്സിലായോ? ഓർത്തോളം നമ്മുടെ ജീവിതത്തിൽ ഇതുപോണക്ക് പ്രഷറൈസ് മൂമെന്റ്സ്, പ്രത്യേകിച്ച് കുട്ടികളുടെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രഷറൈസ് വരുന്നത് അറിയോ? ഈ പിയർ പ്രഷറാണ് ഇവരെ പ്രഷർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇവരുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഫ്രണ്ട്സിന് ഒത്തവണ്ണം മൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവരുടെ വിശ്വാസത്തെ ചില സമയത്ത് സാക്രിഫൈസ് ചെയ്യും. പക്ഷെ പറ്റിപ്പോകുന്നത് അവർക്ക് നഷ്ടപ്പെടുന്നത് എറ്റേണിറ്റി അല്ലെങ്കിൽ നിത്യമായതാണ്. താൽക്കാലികമായ ഒരു സുഖഭോഗത്തിൽ അവരെന്ത് ചെയ്യും? അവരുടെ നിത്യമായത് കളഞ്ഞു. ഇതുകൊണ്ട് പ്രഷറാ. ഈ 3 തലമുറകൾ നിന്നതുപോലെ അല്ലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമകാലികമായ കൂട്ടുകാർക്ക് കൂടെ നിൽക്കേണ്ടി വരണമെങ്കിൽ വന്നെങ്കിലും. ഞാൻ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഒറ്റയ്ക്കായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പം ഏത് ലെവലിലുള്ള ഫ്രണ്ട്സും എനിക്കുണ്ടായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഫ്രണ്ട്സ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതുപോലൊക്കെ A+ മേടിക്കുന്നവനും D+ മേടിക്കുന്നവനും എൻ്റെ ഫ്രണ്ടാണ്. മദ്യപിക്കുന്നവനും നല്ല വീട്ടിൽ നല്ല കുട്ടികളായി വളരുന്നവരും എൻ്റെ ഫ്രണ്ടാണ്. പക്ഷേ സെമിനാരി പഠിക്കുന്ന സമയത്ത് 5 വർഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പ്രഷർ അതുപോലൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ദൈവം ആ സമയത്ത് ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒരു തീരുമാനം എനിക്ക് ഭയങ്കര ഡിസിഷനായിരുന്നു. എന്തൊക്കെ വന്നാലും ഞാൻ തെറ്റിലേക്ക് പോകത്തില്ല. ദൈവത്തോട് ഭയങ്കര ദേഷ്യം തോന്നിയിട്ടുണ്ട്, ദൈവത്തോട് ആംഗ്രി തോന്നിയിട്ടുണ്ട്, വിശ്വാസത്തിൽ നമുക്ക് പോയിട്ടുണ്ട്, മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എനിക്കൊരു തീരുമാനം ഓർത്ത്, ഞാൻ പിന്നിലേക്ക് പോകത്തില്ല. ഞാൻ വന്നത് എന്താണോ അതിലേക്ക് ഞാൻ പോകത്തില്ല. പക്ഷേ വേറെ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, എനിക്ക് വഴികൾ അറിയത്തില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു തീരുമാനം ഉണ്ട്, ഒരിക്കലും ഞാൻ പിന്നോട്ട് പോകത്തില്ല. ഞാൻ എന്താണോ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ ദൈവം കുറേ നാൾ നടത്തിയാണ് ദൈവത്തിൻ്റെ ആ വിശ്വാസത്തിലേക്ക് എന്നെ വീണ്ടും ഉറപ്പിച്ച്. ഞാൻ ഈ വിശ്വാസത്തിലേക്ക് ഞാൻ ഒത്തിരി പോയി കഴിഞ്ഞ ശേഷം ഞാൻ ഈ കഴിഞ്ഞ സത്യം പറയാലോ, ഇവിടുത്തെ ഫാസ്റ്റിംഗ് പ്രയറിലും ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഞാനൊന്ന് ദൈവിക വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നത്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അത്രത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും കഴിയാത്ത അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ പ്രഷർ പോയിന്റ്സ് ഒക്കെ വന്നായിരുന്നു. നമ്മുടെ ജീവിതത്തിലെല്ലാം പ്രഷർ പോയിന്റ്സ് വരും. ഞാൻ എൻ്റെ അതൊരൊറ്റ എക്സാമ്പിൾ പറയാം. എന്തുകൊണ്ട് ഞാൻ പിന്നോട്ട് പോയില്ലെന്നുള്ളത് എൻ്റെ അമ്മ ഒറ്റ റീസണായിരുന്നു. ഞാൻ അതിൻ്റെ മാതാപിതാക്കളിലേക്കായിരുന്നു. വൈ ഈ കുട്ടികൾ എന്തുകൊണ്ട് അവരുടെ വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ല? അവരെവിടെ നിന്നാണ് ഈ വിശ്വാസം വന്നത്? ഇത് മാതാപിതാക്കളിൽ നിന്നാണ്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന്, എസ്പെഷ്യലി അമ്മമാരിൽ നിന്ന്. കാരണം അമ്മമാർ ചെയ്യുന്ന ക്രിയ ഒരിക്കലും അപ്പന് ചെയ്യാൻ കഴിയത്തില്ല. അത് ഭയങ്കരമാണ്. അമ്മയിൽ നിന്നാണ് ഒരു കുഞ്ഞ് ഭൂമിയിൽ എല്ലാ ഡെവലപ്മെൻറ്റും അവർക്കുണ്ടാകുന്ന എല്ലാ വളർച്ചയും ഉണ്ടാകുന്നത്. അമ്മമാരെങ്ങനെ അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസത്തെയും വചനത്തെയും നിക്ഷേപിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും അവരുടെ വളർച്ച. എൻ്റെ അമ്മ സ്കൂളിൽ പോകുന്ന സമയത്ത് എല്ലാ ഡേയിലും ഒരുങ്ങിയ ഡ്രസ്സായിട്ട് വെളിയിലിറങ്ങുമ്പം എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ഡേയും ഒരു ദിവസം പോലും മുടക്കാതെ എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കും. രണ്ടാമത്തത് കാര്യം, ഒരു ഇഷ്യൂ വന്നാൽ ഓടി പിടിച്ച് എന്നെയാണോ, അല്ല എൻ്റെ ചേട്ടനാണോ, എൻ്റെ മൂത്തേട്ടനാണോ, ആർക്കാണ് ഇഷ്യൂ,
ഓടി പഠിച്ച് ഞങ്ങൾ ബെഡ്റൂമിൽ പോയിട്ട് കൈ ഉയർത്തി, ഞങ്ങൾ മാനും അമ്മയും കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ 2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെറുപ്പം മുതൽ അമ്മ ചെയ്തു തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കാണുന്ന വിശ്വാസത്തിലേക്ക് വന്നത്. മനസ്സിലായോ? ഒരമ്മ ഒരപ്പൻ ഉണ്ടായിരുന്നു വിശ്വാസത്തിൻ്റെ അകത്ത് പണിതെടുക്കാൻ, വിശ്വാസം എന്ന കാര്യങ്ങൾ നിക്ഷേപിക്കുമായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് ഭയങ്കര ഒരു ഉപകാരമായിരുന്നു. ചെറുപ്പം മുതൽ വളർന്നു വരുന്ന സമയത്ത് അമ്മ അപ്പ ഒക്കെ കടന്നു വന്ന ആ സാഹചര്യത്തിൽ, ടഫ് ടൈമിൽ എങ്ങനെ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളത് പറഞ്ഞു തരും. മോനെ, എൻ്റെ ഇന്ന കാലഘട്ടത്തിൽ അവർ ഇന്ന കഷ്ടപ്പാടിലായിരുന്നു, ആ സമയത്ത് ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചു. ആ ഒരു കാര്യം എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ പറഞ്ഞു തന്നെ പറയുമായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഞാൻ അമ്മ ഞാൻ കുറേ വട്ടം കേട്ടതാ, എങ്കിലും അമ്മ പറയുമായിരുന്നു. കാരണം അതെൻ്റെ ഹൃദയത്തിൽ കടന്നു, ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ ആ വിത്ത് ഒരു മരമായിട്ട് വളർന്നു വന്നു. അങ്ങനെ വളർന്നു വരണമെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് യോശുവയുടെ ലേഖനത്തിൽ, യോശുവയുടെ എഴുതിയ പുസ്തകത്തിൽ 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവ തന്നെ ഇസ്രായേൽ മക്കളോട് ഇത് പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ തലമുറയോട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. യോശുവ എഴുതിയ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള ഒരു വാക്യങ്ങൾ. ഇവിടുത്തെ ഈ ഭാഗം എടുത്തു വയ്ക്കണം. ഇപ്പം ഇസ്രായേൽ മക്കൾ വായിക്കാം. ഇസ്രായേൽ മക്കള് ഇസ്രായേലിൽ നിന്ന് കടന്നു വന്നിട്ട് മോശ പോയി, ഇപ്പോൾ യോശുവയാണ് നിയന്ത്രിക്കുന്നത്. ഇനി ഇവർ കനാൻ ദേശത്തേക്ക് കടക്കുകയാണ്. അപ്പം ഈ യോർദാൻ കടക്കണം ഇവർക്ക്. യോർദാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ നദിയല്ല, അത് ഈ മഴ സമയത്ത് ഇത് പ്രളയം വരും. നിങ്ങൾ 2018 പ്രളയം കണ്ടിട്ടുണ്ടോ? ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ റാന്നിക്കാരനാണ്, ഞങ്ങളുടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. നിങ്ങൾക്ക് ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടോ 2018 പ്രളയം? ആരും ബാധിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ള ലൈവ് റാന്നിയൊക്കെ മൂടിപ്പോയി. ഒരു പ്രദേശം 1-2 കിലോമീറ്റർ അല്ല, കിലോമീറ്റർ കണക്കിന് 10-50 കിലോമീറ്ററൊക്കെ വെള്ളത്തിൽ മൂടിപ്പോയി. കാരണം അങ്ങനെ വർഷം തോറും വരുന്ന ഒരു പ്രളയമാണ് ഈ യോർദാൻ നദിയിൽ. അത് മുറിച്ചു കിടക്കുക എന്ന് പറയുന്ന ഒരു അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പുറത്ത് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോഴും യോർദാൻ പലപ്പോഴും ഇസ്രായേൽ മക്കളുടെ നന്മയെ അപഹരിക്കുന്ന നിലവാരത്തിലേക്കൊക്കെ നമുക്ക് കാണാം. അങ്ങനെയുള്ള യോർദാനെ അവർ മുറിച്ചു കിടക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത്. ഒന്ന് വായിക്കാവോ? അടുത്തൊരു വാക്യം. മതി കണ്ടോ? അവിടെ വ്യക്തമായിട്ട് യഹോവ പറയുക, നിങ്ങളൊരു ജ്ഞാപകം ഉണ്ടാക്കി വെക്കണം. എങ്ങനെ? നിങ്ങൾ ഈ പെട്ടകം ചുമന്ന പുരോഹിതന്മാർ നിന്നെടുത്തു എന്ത് ചെയ്യും? കല്ലു പറക്കി കൂട്ടി ഒരു സ്റ്റാച്ചു ഉണ്ടാക്കി വെക്കണം. അപ്പം എന്ത് ചെയ്യും? തലമുറ ചോദിക്കും, ഇതെന്തിനാ സംഭവം? പറഞ്ഞു കൊടുക്കണം ദൈവം ആരാന്ന്, യഹോവ എങ്ങനെ നടത്തിയെന്ന്. മനസ്സിലായോ? മാതാപിതാക്കളോട് ഞാൻ പറയുക, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയണം. അത് എവ്രിഡേ. അതൊരു ഇനിയും കൊച്ചുകുട്ടികളാണെങ്കിൽ കടക്കാൻ നേരത്ത് സ്റ്റോറി പോണക്കാണോ, മുതിർന്ന കുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചാണോ, അവരുടെ ജീവിതത്തിൽ നിങ്ങൾ യഹോവയെ പറ്റി പറയുന്നില്ല എങ്കിൽ യഹോവ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഓർത്തോണം, വേറെ ആരുടെയും ജീവിതത്തിലില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നടത്തിയ വിധം നിങ്ങൾ നിങ്ങളുടെ തലമുറയോട് പറഞ്ഞു കൊടുക്കുന്നില്ല എങ്കിൽ വലിയ പാടായിരിക്കും തലമുറ ദൈവസന്നിധി നിൽക്കുക എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഒരു അടയാളമാണ്. ഞാൻ ദൈവസന്നിധിയിൽ ഒറ്റയ്ക്ക് വന്ന ഒരാളാണ്. എൻ്റെ അപ്പയോ അമ്മയോ ഒന്നും പറഞ്ഞിട്ട് ഞാൻ വിശ്വാസത്തിൽ വന്നതല്ല. എനിക്ക് സത്യമെന്ന് ഞാൻ ബോധ്യപ്പെട്ടു. ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ അടുത്ത ദിവസം പോലും മർത്തോമേ വരത്തില്ലെന്ന്. ഞാൻ മർത്തോമയിൽ നിന്ന് വന്നവനാണ്.
ഞാൻ എൻ്റെ അപ്പനും അമ്മയോടും പറഞ്ഞു, ഞാൻ എൻ്റെ ചേട്ടൻ പറഞ്ഞു ഞാൻ വരത്തില്ല. അങ്ങനെ ഇറങ്ങിയതാ. കാരണം എൻ്റെ അമ്മ എൻ്റെ അകത്ത് നിക്ഷേപിച്ച ആ നിക്ഷേപമുണ്ട്, അത് വളർത്തിയെടുക്കും ദൈവം. മാതാപിതാക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ നടത്തിയ വിധങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കഷ്ടങ്ങൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയായി മാറുന്നു? ചന്ദ്രക്കും മേശയ്ക്കും അടിമകളാകുന്നതിന് മുമ്പ് യഹൂദ ബാലന്മാരായിരുന്നു അവർ. യഹൂദൻ അവരെങ്ങനെ നടത്തിയെന്ന് അവർ യഹോവയെ പറ്റി അവരുടെ മാതാപിതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളർന്ന കുട്ടികളാണ് ഇത്രയും വലിയ ടെംപ്റ്റേഷൻ്റെ മുന്നിലും ഇത്രയും വലിയ പ്രഷറിൻ്റെ മുന്നിലും ഒരു രാജ്യവും എതിർത്തിട്ടും. മനസ്സിലായോ? അപ്പം ആർക്കാണ് ഉത്തരവാദിത്വം? മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികളെ ഉറപ്പാണ് അവർ നശിച്ചു പോകത്തില്ല. നശിപ്പിക്കുവാൻ ശത്രു ശ്രമിച്ചാലും അവർ പുറത്തു വരും. എന്നെ മൂടിയിട്ടതാ, മാക്സിമം മൂടിയിട്ടോ. ശത്രു സെമിനാരിൽ വെച്ച് തന്നെ എൻ്റെ ജീവിതം എടുക്കാൻ ശ്രമിച്ചത്. എന്നെ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞ ഒരു ദിവസം മുഴുവൻ 24 hours എന്നോട് ശബ്ദം ഉയർത്തിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നീ ആത്മഹത്യ എന്ന് 24 hours ഒരു ഇങ്ങനെ വരും. നമ്മൾ ഈ വാട്സാപ്പിൽ ചിലപ്പം കുറേ നാൾ ഓഫ് ചെയ്തിട്ട് ഒത്തിരി മെസ്സേജ് വരുന്നതാണെങ്കിൽ നമ്മൾ ഒന്ന് ഓൺ ആക്കുമ്പോൾ ഈ മെസ്സേജ് ഇങ്ങനെ വരത്തില്ലേ എന്ന് പറയുന്നുള്ളൂ. എൻ്റെ തലയ്ക്കകത്ത് ശബ്ദം നീ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് സെമിനാരിൽ തന്നെ എന്നെ ഇല്ലാതാക്കാൻ നോക്കിയതാണ്. പക്ഷെ അതിജീവിച്ചു. കാരണം അകത്തൊരു വലിയ നിക്ഷേപമുണ്ട്. ഈ നിക്ഷേപം ഉള്ളവർ എവിടെ പോയാലും ഏത് രാജ്യത്ത് പോയാലും അവരെന്ത് ചെയ്യും? അവരതിജീവിക്കും. എത്ര ഒറ്റപ്പെടലിൻ്റെ നടുവിൽ അവർ ആ പ്രഷർ അവർ അനുഭവിക്കും, പക്ഷെ അവർ അതിജീവിക്കും. അതുകൊണ്ട് ഇത്രയും ഒരു പ്രബോധനമായിട്ട് ഞാൻ ദിവസം ഇരുന്നപ്പോൾ എനിക്ക് ഇത്രയും ഒരു പ്രബോധനമായിട്ട് ദൈവം പെട്ടെന്ന് തന്നു. ഞാൻ 6 മണിക്ക് ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാനിരുന്നത്. അപ്പോൾ ഇത്രയും പറയണമെന്നുള്ളത് ദൈവം പ്രബോധിപ്പിച്ചുകൊണ്ട് ഞങ്ങളോട് പറയുന്നത്. നമുക്കിനിയും ഒരു 14 പോയിന്റ്സ് ഉണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അങ്ങനെ 6 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6 പേർക്കായിട്ട് ചുരുക്കത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, വേഗത്തിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തലമുറകൾ നശിച്ചു പോകാൻ പാടില്ല. അവർ ഈ തലമുറയിൽ വേറിട്ട് നിൽക്കണം, അവർ നിലനിൽക്കണം. അവർ വേണം അടുത്ത വചനം അടുത്ത തലമുറയിലേക്ക് ചുമക്കുന്നവരായി മാറുവാൻ. നിങ്ങൾ കേട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീണുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് കണ്ണടച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവേ, എനിക്ക് തന്ന തലമുറകളെ കർത്താവ് വചനം പറഞ്ഞ് അവിടെ ഹൃദയത്തിൽ നിക്ഷേപിക്കുവാൻ കർത്താവ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞാൻ അടിയനായ കർത്താവ് സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾ തലമുറകൾ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ വചനത്തിന് മുമ്പാകെ കർത്താവ് ജീവിതത്തിൽ എത്ര പ്രഷർ വന്നാലും മാറിപ്പോകാതെ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. ഇന്ന് രാത്രി നല്ല അനുഭവം തന്നതിനെ നന്ദി പറയുന്നു. സകലം സ്വർഗീയമായ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തു